പഴയ കണക്കുകൾ തീർക്കാൻ മനഃപൂർവ്വം അവൻ നമ്മുടെ മുഖത്ത് കരിവരുത്തേച്ചതാണ്. എന്തിനും മടിക്കാത്തവനാ രാമൻകുട്ടി. അവനെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ ഒരുപാട് നഷ്ടങ്ങൾ പുത്തൂരൻ തറവാട്ടുകാർ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. ബന്ധം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നേക്കാൾ മുമ്പിലാണ് അവൻ. പക്ഷേ നമ്മുടെ തറവാട് കുളം തോണ്ടുവാൻ ആരായിരുന്നാലും അവനെ വെച്ച് പൊറപ്പിക്കില്ല. രാമഭദ്ര, മരണത്തെക്കാളും വലിയ ശിക്ഷ ഞാൻ അവന് കൊടുക്കും. അതോർത്ത് ഓരോ നിമിഷവും അവൻ നീറണം. ഒരിക്കലും അവന് താങ്ങാനാവാത്ത ശിക്ഷ അത് ഞാൻ അവന് കൊടുത്തിരിക്കും. രാമഭദ്ര, എന്താ മാഡം? രാമപുരത്ത് നമ്മൾ 3 ഇരട്ടി വില കൊടുത്ത് വാങ്ങിച്ചൊരു വീടുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? മാണിക്യമംഗലം തറവാട്. മാണിക്യമംഗലം തറവാട്. അത് ഞാനിങ്ങ് കൊടുക്കാൻ പോവാ. ആർക്ക് കൊടുക്കാൻ പോകുന്നു? ഞാനത് സർക്കാരിന് ഇഷ്ടദാനമായി കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനാ മാഡം? എന്തിനാണെന്നോ? പൊതു ശ്മശാനം പണിയാൻ. അവിടെ 2 ആത്മാക്കൾ അന്തി ഉറങ്ങുന്നുണ്ടല്ലോ. അവർക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടി തോന്നിയാലോ? കൂട്ടിന് കുറെ അനാഥപ്രേതങ്ങളും കിടന്നോട്ടെ. എന്താ രാമഭദ്ര, ഇത് കേട്ട് വിഷമായോ? വിഷമായോന്നോ? എങ്ങനെ വിഷമിക്കാതിരിക്കും? പാവം ആ 2 ആത്മാക്കളുടെ മകൾക്ക് ഇതെങ്ങനെ താങ്ങാനാവും? വേണ്ട. എന്താ നീ പറഞ്ഞത്? നിനക്ക് അവകാശം വേണോന്ന് അല്ലേ? അതെ ചേച്ചി, വഴക്കം വെക്കാണോയി കഴിയുന്നതിനേക്കാൾ അത് തന്നെയല്ലേ നല്ലത്. എനിക്കുള്ളതിങ്ങ് തന്നാൽ രാമേട്ടനുമായിട്ട് വേറെ എവിടെങ്കിലും മാറി താമസിച്ചോളാം. രാമേട്ടൻ അവൻ ആരാണെന്ന് നിനക്കറിയില്ലേ? എന്റെയും നിന്റെയും അച്ഛനെ ചതിച്ച മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ മകൻ. ശരിയായിരിക്കാം, പക്ഷേ പഴയ കഥകളൊന്നും എനിക്കറിയണ്ട. ഇന്ന് അദ്ദേഹം എന്റെ ഭർത്താവാണ്. ഓഹോ, അപ്പൊ ഇതിന്റെ പിന്നിലും അവനാണല്ലേ? അവകാശം മേടിക്കാൻ എത്തിയിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. പക്ഷെ നിന്റെയും നിന്റെ ഭർത്താവിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. പുത്തൂരൻ തറവാടിന്റെ മുറ്റത്തെ ഒരു പുൽക്കൊടി പോലും നിനക്ക് ലഭിക്കില്ല. ചേച്ചി, അതെടി, അച്ഛൻ എഴുതി വെച്ച വിൽപത്ര പ്രകാരം ഈ തറവാടുമായി ബന്ധമുള്ള കുടുംബക്കാര് മാത്രമേ പരസ്പര വിവാഹം ചെയ്യാവൂ. എങ്കിലേ സ്വത്തുക്കൾക്ക് അവകാശമുണ്ടാവൂ. അതാണ് പുത്തൂരൻ വീടിന്റെ നിയമം. കള്ളമാണ്, പച്ച കള്ളമാണ് ചേച്ചി പറയുന്നത്. ഇങ്ങനെ ഒരു വിൽപത്രം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. നിനക്ക് ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഉറപ്പില്ല. അച്ഛൻ വിൽപ്പത്രം എഴുതിയിട്ടുണ്ടോ? അതുണ്ട്. അത് എവിടെയാണെന്നറിയോ? അറിയാം, പക്ഷേ എന്താ ഒരു പക്ഷേ? അത് ചേച്ചിയുടെ മുറിയില്ല. എങ്കിലൊരു പക്ഷേയില്ല. ഇന്ന് രാത്രി നമ്മള് രണ്ടുപേരും കൂടി അത് മോഷ്ടിക്കുന്നു. തലവണ ഹലോ, മുരിങ്ങാട്ടറ കുരുവിള സാറിന്റെ വീട്ടിലെ സാറിനൊന്ന് കിട്ടോ? അത്യാവശ്യ കാര്യം പറയാനാ. റോങ് നമ്പർ. ചേച്ചി നിന്നോട് എന്താ പറഞ്ഞത്? ഈ തറവാട്ടിലെ സ്വത്തുക്കൾക്കൊന്നും നമുക്ക് അവകാശമില്ലാന്ന് അല്ലേ? സാരമില്ല, അച്ഛനങ്ങനെ വിൽപ്പത്രം എഴുതിപ്പോയില്ലേ, ഇനിയത് തിരുത്താൻ നോക്കില്ലല്ലോ അല്ലേ ചേച്ചി? സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം അന്യ തറവാട്ടിൽപ്പെട്ട ഒരു സ്ത്രീക്കോ പുരുഷനോ വിവാഹബന്ധത്തിലൂടെ
ഈ തറവാട്ടിലേക്ക് കടന്നു വരാൻ കഴിയില്ല. എങ്കിൽ ഒരു ചില്ലിക്കാശിന് പോലും അവകാശം ഇല്ലാതെ ആദ്യം പടിയിറങ്ങേണ്ടി വരുന്നത് ഈ ചേച്ചി. നീ എന്താ പറഞ്ഞു വരുന്നത്? പറയാം, ഹൃദയക്കല്ലേ. ഇത് കണ്ടോ, മാരേജ് സർട്ടിഫിക്കറ്റ്. 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇല്ല, കള്ളമാണിത്. ഈ ആളെ അറിയൂ. ആനക്കാട്ട് പപ്പൻ, പുത്തൂരൻ തറവാട്ടിലെ ദുർഗത്തമ്പുരാട്ടിയുടെ ഭർത്താവ്. ഇത്രയും കാലം ദുർഗത്തമ്പുരാട്ടി നിങ്ങളെയൊക്കെ ചതിക്കുകയായിരുന്നു. 24 മണിക്കൂറിനകം പപ്പനെ അവിടെ എത്തിച്ചിരിക്കും നിങ്ങളുടെ കള്ളക്കളി പൊളിക്കാൻ. കണ്ടോ കണ്ടോന്നാ വീട് കണ്ടുപിടിക്കാൻ പറ്റ പാടെ എനിക്കറിയാം. അതല്ല, പപ്പനെ കണ്ടോന്ന്. പാപ്പ പോയി. എവിടെ പോയി? പാപ്പ മരിച്ചോട്ട് 14 വർഷമായില്ലേ? മരിച്ചു പോയി. എന്താ പാപ്പന് മരിക്കാൻ പാടില്ലേ? കേറുണ്ടി. അല്ല അതെ, രമേട്ട, ചേച്ചിയുടെ ഭർത്താവ് വന്നു. ആനക്കാട് പപ്പൻ. ഞാൻ ആനക്കാട്ട് പപ്പൻ, ദുർഗയുടെ ഭർത്താവ്. കുറെ നാളായി ഞാൻ കറക്കത്തിലായിരുന്നു. രാമൻകുട്ടി, നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങളെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ഈ പുത്തൂരൻ തറവാട്ടിലെ കാരണവർ, അതായത് നമ്മുടെ അമ്മായച്ചൻ, പുള്ളിക്കാരന് പിടിവാശിയായിരുന്നു ഇതിനൊക്കെ കാരണം. കുറെ കറങ്ങി അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, സിംഗപ്പൂർ, ബർമ്മ, അടുത്തു. ഇപ്പോൾ എനിക്ക് തോന്നി ഇവളെ ഒന്ന് കാണണമെന്ന്. വന്നു, കണ്ടു. പക്ഷെ എന്റെ എല്ലാ പ്രതീക്ഷകളും ഇവള് തെറ്റിച്ചിരിക്കുക. ഇനി എന്നെ എങ്ങോട്ടും വിടില്ലെന്ന് ഇവള് പറയുന്നേ. അല്ലേടി, ഇവള് പറഞ്ഞത് ശരിയാ. ഞാനും വിചാരിച്ചു കുറെ നാൾ ഇവിടെ കൂടിക്കളയാവുന്നു. എന്താ രാമൻകുട്ടി, അതല്ലേ അതിന്റെ ഒരു ശരി? നിന്റെ കോൺട്രാക്ട് പണിയൊക്കെ പൊളിഞ്ഞു അല്ലേ? സാരമില്ല, ഇനി ഞാനിവിടെ ഇല്ലേ, എല്ലാത്തിനും വഴി ഉണ്ടാക്കാവുന്നേ. എന്താ ഞാൻ ചെയ്യാമി. അറിയാം, രാമൻകുട്ടിയുടെ എർത്ത് അല്ലേ? യാമി, നീ എന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചെന്ന് കേട്ടു. അന്വേഷിച്ചു. നമുക്കൊന്ന് വിശദമായിട്ട് കാണണം. വിശദമായിട്ട് കാണാം. ഉണ്ണി, ചക്കരക്കുട്ടൻ, ഞാനിവിടുന്ന് പോകുമ്പോ നീ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ പട്ടിക്കുട്ടിയുടെ അത്രയും. അളിയന്റെ ചെല്ലക്കുട്ടി. രാമൻകുട്ടി, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നമുക്കൊന്ന് തുറന്ന് സംസാരിക്കണം. ആവോ മേരി പ്യാരി പത്നി, അയ്യേ ഹം തും ഏക കമര മേ ബന്ദ്. മുതലാളി, മരിച്ചു പോയെന്ന് പറഞ്ഞ പപ്പൻ ഇയാള് തന്നെ? അല്ല, അവൻ ആനക്കാട് പപ്പനല്ല. ആനക്കാട് പപ്പൻ മരിച്ചിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു. ആന എപ്പോഴാ ചരിഞ്ഞത്? അത് പറയണമെങ്കിൽ ഒരുപാട് പറയണം. അത് കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. അപ്പൊ പിന്നെ ഈ വീട്ടിൽ അണ്ടർവെയറും ബനിയനും ഇട്ട് തെക്ക് വടക്ക് കിടക്കുന്ന ആ പരാന്നജീവി ആരാണ്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. പേടിക്കണ്ട, അക്കാര്യം എനിക്ക് വിട്ടേരെ. ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് എപ്പോഴും ഒരു ത്രില്ലാണ്. എനിക്ക് മനസ്സിലറിഞ്ഞിട്ട് ചോദിക്കുക, താൻ ഏത് ആനയുടെ പാപ്പാനാ? പാപ്പാനല്ലടാ, പപ്പൻ, ആനക്കാട്ട് പപ്പൻ. ഫ്രാഡാണല്ലേ? ഞങ്ങൾ പുത്തൂരം വീട്ടുകാരെ തനിക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ തല്ലിക്കൊന്ന് കൊക്കയിലെറിയും. അതിന് പ്രസിദ്ധി പറ്റവരാ പുത്തൂരം വീട്ടുകാര്. അറിയാമോ തനിക്ക്? തന്നോടാ ചാലക്കുടി മൂസാഹാജാരുടെ ഭാര്യയുടെ 25 പവൻ സ്വർണം അടിച്ചു മാറ്റി. എറണാകുളത്ത് ജൂവലറി ഉടമസ്ഥന്റെ കാറ് മോട്ടിച്ചു. പാലക്കാട് ചെട്ടിയാരുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോയി. ഇതിനെല്ലാം പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ആ നിമിഷം നീ അകത്താ. പറയടാ, ഞാൻ ആരാ? പാപ്പാൻ അല്ല, പപ്പൻ, എന്റെ പപ്പേട്ടൻ. मैं उस्तादों का उस्ताद हूँ. समझा? उसका पट्टा. ओड़ा. എന്തൊരു ശക്തി! चल 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 കിഷോർ കുമാർ. ഇതാര് രാമൻകുട്ടിയോ? എടാ, രാവിലെ എഴുന്നേറ്റ് 1.5 മണിക്കൂർ നേരം എന്നെ പോലെ ഓടണം.
ഈ 50-ാം വയസ്സിലും എന്റെ ചുരുളുക്കുന്ന രഹസ്യം ഈ ഓട്ടമല്ലേ. മുടങ്ങാതെ 30 ദിവസം ഓടിയാൽ ഈ തടി നേരെയായി കിട്ടും. തടി കേടാകാതെ നോക്കണമെങ്കിലേ സത്യം പറ, താനാരാ? എന്താ അതിന്റെ ഉദ്ദേശം? ഉദ്ദേശം നിന്നെ പോലെ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ. അതിനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. നീ ഇളയവളുടെ ഭർത്താവ്, ഞാൻ മൂത്തവളുടെ ഭർത്താവ്. മൂത്തവടെ ഭർത്താവ്. ഡോ, ഇവിടെ കയറി പോക്കത്തിനെ കാണിക്കാന്ന് വിചാരിച്ചാലേ അത് ഞാൻ വെറുതെ വിടില്ല. ഛോ, നിന്റെ ഈ ആത്മാർത്ഥത കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുക രാമൻകുട്ടി. എടാ, നിന്റെ അച്ഛൻ മാണിക്യമംഗലത്ത് മാധവൻ നായരോട് ഈ പുത്തൂരം വീട്ടുകാർ കാണിച്ച ദ്രോഹങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് നീ മറന്നുപോയോ? ഒന്നും മറന്നിട്ടല്ല. ഉം. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ തീർക്കാൻ ഈ രാമൻകുട്ടിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ തന്റെ ഈ കള്ളക്കളി ഞാൻ പോയി. കൈവിട്. എടാ, ഇപ്പൊ ഈ നിമിഷം നിന്നെ വേണമെങ്കിൽ എനിക്ക് പുറത്താക്കാം. പിന്നെ നീ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും ദുർഗ വിശ്വസിക്കാൻ പോകുന്നില്ല. പോന്ന് പോടാപ്പാ. അങ്ങനെ പോകാതെ. അയ്യോ എന്താ ഇവിടെ? ഒന്നും പറയണല്ലേ ദുർഗ, ഇവൻ ഭയങ്കര തമാശക്കാരനാ. 50 കഴിഞ്ഞ എന്നോട് ഇവൻ ബലം പ്രയോഗിക്കാൻ വരുന്നു. ബലപ്രയോഗം? ഈ പഞ്ച. കണ്ടോ? എന്റെ പൊന്നു കുട്ട, നീ എത്ര ബലം പിടിച്ചാലും ജയിക്കാൻ പോകുന്നത് ഈ ആനക്കട അപ്പം തന്നെയായിരിക്കും. സംശ ആയിയേ ബീബി രൂപതര മസ്താന. ചെയ്യാമേ എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിലൊരു മരുമകനാകുക അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധിപ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്ന്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച എന്തോ? ഞാൻ ചന്തുവാണ്. ചന്തു. ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരകഥയിലെ MTയുടെ ചന്തു. പത്മിനി, ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തതിന്റെ നടുവൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉല്ലൂക്കപ്പട്ട. ഓ, അവന്റെ മുടിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാണവൻ. കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. ഓ, എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും. അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്കൽ സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ. പിന്നെ ഇത്രയും കാലായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത് അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചതറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല. അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ ഇല്ലേ. സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയാം, അമ്മയ്ക്കും മകനും. സമ്മതം മോളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പുരട്ടാൻ രാസാദിപ്പൊടിയിട്ട് കാച്ചിയ കുറച്ച് എണ്ണ എടുത്തു വെക്കേ. ആ, സംശ ബഹൻ കാവോ. ഓ, അവന്റെ ഒരു ഉല്ലൂക്ക. എല്ലാം ഞാൻ കേട്ടു. തന്തയില്ലാത്ത എനിക്ക് സ്വന്തം തന്തയെ പോലാണ് പപ്പേട്ടൻ. എന്നോട് ദയവുണ്ടാകണം. പപ്പേട്ടൻ്റെ കൂടെ ഞാനുണ്ട്. നമുക്കിവിടെ ഒരു കലക്ക് കലക്കണം. കിട്ടുന്നത് 50-50. ഉറപ്പിക്കേ. എല്ലാം അടിച്ചു മാറ്റി ഇവിടെ കുളം കോരി നമുക്കൊരു വള്ളം കളി നടത്തണം. കുട്ടനാടൻ പുഞ്ചായില്ലേ കൊച്ചു. നിർത്തി. നടന്നോ ധൈര്യമായിട്ട് നടന്നോ. പപ്പേട്ടനോട് ഞാനുണ്ട് സദാശിവൻ. ഞാനിപ്പോ പുത്തൂരം വീട്ടുകാരനല്ല, ആനക്കാട്ട് സദാശിവൻ. ആരുണ്ടടാ ആനക്കാട്ടുകാരോട് വിരടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വാടാ. ഏത് മാണിക്യമംഗലത്തെ രാമൻകുട്ടി ഞങ്ങൾക്ക് പുല്ലാടാ പുല്ല്. ചുണകൾ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആനക്കാട്ടവരോട് ഏറ്റുമുട്ടാൻ ഇനിയൊരു രംഗത്തിന് ബാല്യമുണ്ട്. ഞങ്ങൾ തയ്യാറ്. വരണ്ടല്ലേ? ഒരു സ്റ്റൈലിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടിച്ചേച്ച് വരട്ടെ. വേണ്ടടാ. വേണ്ടല്ലേ? സമയമുണ്ട്. അതെയോ,
പോയിട്ട് വരട്ടെ.